എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ഒരു ദൈവമുണ്ട്, ദൈവതുല്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അത് ആരാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. ഈ കേസൊക്കെ എവിടം വരെ എത്തും, ഏതെങ്കിലും ഒരാളിലേക്ക് അവസാനമുള്ള ഇവിടം വരെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പോവില്ല. കാരണം നമ്മൾ ശിവശങ്കറിൻ്റെ ഇഷ്യൂസിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആ ശിവശങ്കരൻ എന്നുള്ളൊരു അവസാനം അവിടത്തേക്ക് വന്നെത്തി. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ശ്രീജിത്തെ, ഇതൊരു കേവലം ഒരു സ്വർണ്ണക്കൊള്ള മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ശബരിമലയിലെ വിഗ്രഹം അത് SIR അന്വേഷണം പോകേണ്ടത് ആ രീതിയിൽ കൂടെയാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതി സുഭാഷ് കപൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് ആ രീതിയിലുള്ളൊരു കളവിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചപ്പം വെറുതെ ഒന്നും ഹൈക്കോടതി അങ്ങനത്തെ ഒരു പരാമർശം നടത്തില്ല. പിന്നെ കേവലം ഈ ഒരു സ്വർണ്ണത്തിനൊക്കെ എത്രയും ഒരു കിലോ സ്വർണ്ണത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കളിയല്ല ഇതിൽ നടന്നേക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ പറയണം. ശരിക്കും അവിടെ ഈ പോറ്റി സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുപോലെ ഈ 2019 വിവാദ സമയം നമുക്കറിയാം, സുപ്രീം കോടതി ഓർഡർ വന്നു. അപ്പോൾ തുടങ്ങിയ ഒരു പ്ലാനിങ് ആണല്ലോ യുവതീ പ്രവേശനം, അല്ലേ? നമ്മുടെയൊക്കെ ശ്രദ്ധ, മീഡിയാസിൻ്റെ ഒക്കെ ശ്രദ്ധ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.